ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ പച്ചിലകളും പച്ചമുളകും ഒക്കെ വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് പുതിനയും കുറച്ച് മല്ലിയിലയും പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ഒരു നാരങ്ങയുടെ നീര്, പിന്നെ കുറച്ച് ചിക്കനും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരീക്ഷണം നമ്മൾ ചിക്കനകത്താണ് കേട്ടോ നടത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി എടുക്കാം. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കറിവേപ്പില എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനിയും എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മിക്സിയുടെ അരയ്ക്കുന്ന ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുക്കുക. ഇന്നത്തെ നമ്മൾ മസാലകളോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളോ ഉപയോഗിക്കുന്നില്ല. എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ പച്ചമുളകാണ് ഇട്ടിട്ടുണ്ടത്. അപ്പോൾ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇടുക, അതിൻ്റെ കൂടെ തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അപ്പോൾ അരയ്ക്കുന്ന സമയത്ത് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് തന്നെ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് അത് നമ്മൾ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. നമ്മൾ ഇത് ഏറ്റവും നല്ലത് തലേ ദിവസം തന്നെ മാഗ്നേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ തലേ ദിവസം രാത്രിയിലാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ആ പുതിനയുടെയും മല്ലിയുടെയും ഒക്കെ ഒരു ഫ്ലേവർ ആ ചിക്കനിലേക്ക് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തലേ ദിവസമാണ് കേട്ടോ ചെയ്ത് വെക്കുന്നത്. അടുത്ത ദിവസം രാവിലെ ഞാനത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാനൊരു 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇത് ഡയറക്റ്റായിട്ട് ഓയിൽ ഫ്രൈ ചെയ്തെടുക്കാനാണെങ്കിൽ നമുക്കൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ പൊതുവേ എണ്ണ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. കാരണം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് എണ്ണയൊക്കെ ഉപയോഗിക്കണ്ടോ. അതുകൊണ്ട് ഞാനിപ്പം വളരെ കുറച്ച് എണ്ണ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഞാനതുകൊണ്ട് ഇതിൽ 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ എൻ്റെ എയർ ഫ്രയറിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ ചിക്കനും മീനും ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഫ്രൈ ചെയ്ത് കഴിക്കണം തോന്നുമ്പോൾ എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യാറ്. ഞാൻ അല്ലാതെ എണ്ണ ഒഴിച്ചപ്പോൾ ഫ്രൈ ചെയ്യാറില്ല. അപ്പോൾ 2 സ്പൂൺ എണ്ണ ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ട് നമ്മൾ അത് എടുത്ത് വെച്ചിരിക്കുന്ന ട്രെയിലേക്ക് കുറച്ച് എണ്ണയൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് പറക്കി നിരത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ എയർ ഫ്രയർ നമ്മൾ 5 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യണം. പ്രീ ഹീറ്റ് ആയി കഴിഞ്ഞാൽ അത് ഓഫ് ആയതിനു ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ട്രേ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ അതിനകത്ത് ചിക്കനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഓൾറെഡി. അപ്പം ഞാൻ അതിലാണ് ചെയ്യുന്നത്. അങ്ങനെ ചിക്കനുള്ള ഓപ്ഷൻ ഞാൻ ഓണാക്കി കൊടുക്കുകയാണ്. അങ്ങനെ ചിക്കനുള്ള ഓപ്ഷൻ ഓണാക്കി കൊടുത്ത് 190 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ്സ് ആണ് കേട്ടോ ഞാൻ വെച്ചത്. അപ്പോൾ 30 മിനിറ്റ്സ് കഴിഞ്ഞത് ഓഫായിട്ടുണ്ട്. അത് ഓഫായി കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് കേട്ടോ ഉള്ളത്. അതിന് വലിയൊരു ഗ്രീനിഷ് കളറൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ എണ്ണയിലിട്ടാലും ഇങ്ങനെ തന്നെയാണ് ഇട്ടുകൊണ്ടുണ്ടാവുക. കാരണം നമ്മൾ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ. പക്ഷേ പുതിനയുടെ മല്ലിയുടെ നല്ല ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.